നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഒരുപാട് ആളുകളുടെ പ്രശ്നമാണ് ഗൂഗിൾ പേക്കകത്ത് OTP വരുന്നില്ല, ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല, ഗൂഗിൾ പേയിൽ പണം പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പല ആളുകളും പറയാറുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഈ വീഡിയോ കണ്ടു വെക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പേ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ബാങ്കുമായി കണക്ട് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്? ബാങ്കുമായി കണക്ട് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആയിരിക്കണം. മാത്രമല്ല മൊബൈൽ നമ്പറുള്ള ആ സിം കാർഡ് നിങ്ങൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കണം. നേരത്തെയൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു ഫോണിൽ സിം കാർഡ് ഇട്ടാലും നമുക്ക് ഗൂഗിൾ പേ വർക്ക് ചെയ്യുമായിരുന്നു. എന്നാൽ ഇനി അത് സാധിക്കില്ല. കുറച്ച് കാലങ്ങൾക്ക് ഇപ്പുറം ഗൂഗിൾ പേ ആയാലും Paytm ആയാലും ഫെഡറൽ ബാങ്ക് പോലുള്ള മൊബൈൽ ആപ്പുകളായാലും നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ സിം കാർഡ് ഫോണിൽ വർക്ക് ചെയ്യണം. പല ആളുകളും ഗൂഗിൾ പേ ഉണ്ടാക്കും, പക്ഷേ പേയ്മെൻറ്റ് ചെയ്യാനോ ബാങ്ക് ആഡ് ചെയ്യാനോ സാധിക്കുന്നില്ല, OTP പോകുന്നില്ല. കാരണം ആ സിം കാർഡ് ആ മൊബൈൽ ഫോണില്ലാത്തതുകൊണ്ടാണ്. സിം കാർഡ് നിങ്ങൾ എപ്പോഴാണോ ഫോണിൽ നിന്ന് ഊരിയെടുക്കുന്നത് അന്ന് മുതൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ വർക്ക് ചെയ്യില്ല. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, മൊബൈൽ ഫോൺ ഫോർമാറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒഴിവാക്കിയ ശേഷം വീണ്ടും നമ്മൾ ഗൂഗിൾ പേ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പേയ്മെൻറ്റ് ചെയ്തൊന്നും കാണുന്നില്ല. അതെങ്ങനെ ഡിലീറ്റ് ആയിപ്പോയി, അതെങ്ങനെ തിരിച്ചെടുക്കാമെന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ കൊടുത്ത ഏതൊരു ഇമെയിൽ ID ആണോ അതേ ഇമെയിൽ ID തന്നെ നിങ്ങൾ ഈ ഗൂഗിൾ പേയിൽ കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇമെയിൽ ID മാറ്റുന്നതിന് വേണ്ടി നിങ്ങളുടെ ഗൂഗിൾ പേയുടെ ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് നിങ്ങളുടെ പ്രൊഫൈൽ കാണും. ഈ പ്രൊഫൈലിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ കാണുന്ന ഭാഗത്ത് സെറ്റിങ്സ് ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് കാണാൻ സാധിക്കും സൈൻ ഔട്ട് എന്നുള്ള ഓപ്ഷൻ. ഈ സൈൻ ഔട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടാമത് നിങ്ങളുടെ ഏതാണോ നേരത്തെ ഉപയോഗിച്ച ആ ഒരു ഇമെയിൽ ID ഉപയോഗിച്ച് നിങ്ങൾക്ക് വീണ്ടും ഗൂഗിൾ പേ ക്രിയേറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെയുള്ള പേയ്മെൻറ്റ് ഡീറ്റെയിൽസുകളൊക്കെ അത് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഇമെയിൽ ID മാറ്റിയത് കൊണ്ടാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസുകൾ കാണാത്തത്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രവാസികളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, പലരും മൊബൈൽ ഫോണിൽ സിം കാർഡ് ഉണ്ട് പക്ഷേ OTP വരുന്നില്ല എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. അത് പ്രധാനപ്പെട്ട കാരണം, ഒന്ന് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സിം കാർഡ് റേഞ്ച് ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ചില മൊബൈൽ ഫോൺ ഇപ്പോൾ UAE നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജിയോക്കൊന്നും നെറ്റ്വർക്ക് കിട്ടില്ല. അങ്ങനെ വരുന്ന ആളുകൾ UAE ഏറ്റവും നല്ലത് എയർടെൽ ഉപയോഗിക്കുന്നതാണ്. വിദേശത്ത് ഏറ്റവും നല്ലത് എയർടെൽ ഉപയോഗിക്കുന്നതാണ്. എയർടെൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റേഞ്ച് കിട്ടും. ജിയോക്ക് ഉപയോഗിക്കുന്ന ആളുകൾ എയർടെൽ ഉപയോഗിക്കുക. വിദേശത്തേക്ക് പോകുന്ന ആളുകൾ പോർട്ട് ചെയ്ത് എയർടെല്ലിലേക്ക് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ഗൂഗിൾ പേ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ഇനി നാട്ടിൽ സിമ്മിന് റേഞ്ച് ഉണ്ടായിരിക്കണം ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ബാലൻസ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 50 രൂപയെങ്കിലും മിനിമം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ബാലൻസ് ഉണ്ടായിരിക്കണം. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അന്നേരം നിങ്ങൾക്ക് OTP പോകുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ചെറിയ 24 ഹവേഴ്സിനൊക്കെ ഉള്ള ഈ റോമിംഗ് റീചാർജ് ഉണ്ടാകും. അത് റീചാർജ് ചെയ്യുക. 546, 650 ഉള്ള റീചാർജ് ഉണ്ട്. ഒരു 24 മണിക്കൂറത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് 100 മിനിറ്റ് ഇൻകമിങ് കോളുകളും ഔട്ട് ഗോയിങ് കോളുകളൊക്കെ ഫ്രീ ഉണ്ടാകും. അതൊക്കെ നോക്കി നിങ്ങൾ ഏത് രാജ്യത്താണോ ഉള്ളതെങ്കിൽ ആ രാജ്യത്തിൻ്റെ സിം കാർഡും ആ രാജ്യത്തെ ഓഫറുകളൊക്കെ ചെക്ക് ചെയ്ത്, എയർടെലാണെങ്കിൽ എയർടെലിൻ്റെ ആപ്പ് ഉപയോഗിക്കുക. മറ്റേതെങ്കിലും മൊബൈൽ നെറ്റ്വർക്ക് ആണെങ്കിൽ അതിൻ്റെ ആപ്പ് ഉപയോഗിച്ച് സെർച്ച് ചെയ്ത് റോമിങ്ങിലുള്ള റീചാർജ് കണ്ടെത്തി വായിച്ച് നോക്കി മനസ്സിലാക്കി റീചാർജ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ OTP തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബാലൻസ് കീപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫോണിന് വാലിഡിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുക, റേഞ്ച് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ റോമിംഗ് റീചാർജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ ഗൂഗിൾ പേ കാലത്തുള്ള ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. ഒരുപാട് പേരുണ്ട് പേയ്മെൻറ്റ് ഗൂഗിൾ പേ ക്രിയേറ്റ് ചെയ്തിട്ടും 5000 രൂപയൊന്നും പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധിക്കുക, ഗൂഗിൾ പേ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾക്ക് 5000 അതിനപ്പുറമോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഗൂഗിൾ പേ ക്രിയേറ്റ് ചെയ്ത് 24 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. ഗൂഗിൾ പേ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2000 പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ 5000 മുകളിൽ പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 24 ഹവേഴ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റ് വലിയ സംഖ്യകളൊക്കെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.